കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്നും ഒരു കോൾ വന്നു. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി. പേര് ബാബു. അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൻ്റെ അന്നാണ് എന്നെ വിളിച്ചത്. വിശേഷങ്ങളൊക്കെ പറഞ്ഞു പരിചയപ്പെട്ടു. അദ്ദേഹം ഏറെ സന്തോഷിച്ച ഒരു അനുഭവം പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ മകൾ അദ്ദേഹത്തിന് ഒരു സമ്മാനം നൽകിയത്രേ. ആ സമ്മാനം എന്താണെന്നുള്ളത് വാട്സാപ്പിലൂടെ എനിക്ക് അയച്ചു തരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേര് ബാബു എന്നാണ്. ബാബുവിൻ്റെ പേര് എഴുതി സ്വന്തം മകൾ ബാബുവിൻ്റെ ചിത്രം വരച്ചിരിക്കുന്നു. പേരുകൾ കൊണ്ടൊരു ചിത്രം. അദ്ദേഹം പങ്കുവച്ചതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എത്രത്തോളം മകൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എത്രത്തോളം ആ സ്നേഹം പ്രകടിപ്പിച്ചു. വല്ലാതെ ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ വല്ലാതെ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു എന്ന ഒരു അനുഭവം. ജീവിതത്തിൽ സ്നേഹിക്കപ്പെടുക എന്നുള്ളത് വലിയ കാര്യമാണ്. സ്നേഹം പകർന്നു നൽകുക എന്നുള്ളതും വലിയ കാര്യമാണ്. രണ്ടിനും മടി കാണിക്കരുത്. സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തൽ ഉണ്ടാകണം. അതിന് സ്നേഹാനുഭവങ്ങൾ ഒരുക്കണം. ഉള്ളിൽ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പകരം ചേർത്ത് പിടിക്കലുകൾ കൊണ്ടും ചുംബനങ്ങൾ കൊണ്ടും ഒക്കെ, തലോടൽ കൊണ്ടുമൊക്കെ, ആശ്വാസമേകുന്ന സ്നേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ടുമൊക്കെ സ്നേഹം പ്രകടിപ്പിക്കണം. അതെ, സ്നേഹം പൂർണ്ണമാകുന്നത് അത് പങ്കുവയ്ക്കുമ്പോൾ മാത്രമാണ്, പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ്. സ്നേഹം പകർന്നു നൽകുവാനും നമുക്ക് സാധിക്കട്ടെ. പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സ്നേഹത്തിൻ്റെ സന്ദേശം പകർന്നു നൽകിയ ക്രിസ്തുമസിന് ശേഷമുള്ള ദിനങ്ങൾ. ഈ ദിനങ്ങളിലൊക്കെ ചില തീരുമാനങ്ങളൊക്കെ നാം എടുക്കും. ആ തീരുമാനങ്ങളിൽ ഒന്നായി മാറട്ടെ 2025 സ്നേഹാനുഭവങ്ങളാൽ സമ്പന്നമാകും എന്നുള്ളത്. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള ഒരു വർഷമാകട്ടെ 2025. കാത്തിരിക്കാം പുതുവർഷത്തെ. നല്ല ഒരു ദിനം കാത്തിരിക്കുന്നു. ആസ്വദിക്കാം. നേരുന്നു ശുഭദിനം.